ഹലോ, ഹാപ്പി ലൈഫ് ഹാപ്പി മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തത് സമ്പന്നതയെക്കുറിച്ചാണ്. സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് വരുന്നത് തടയുന്ന നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതിയെക്കുറിച്ച്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗമാണ് പറയാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ക്ഷമയോടെ ഇരുന്ന് കേൾക്കുക. ഇതിൽ പറയുന്ന 7 ടിപ്സുകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്കൊരു ചേഞ്ച് വരും. അതായത് സമ്പന്നത ഉണ്ടാക്കാനുള്ള ഒരു ഓവറോൾ ചേഞ്ച്. സമ്പന്നത വർദ്ധിപ്പിക്കണം. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ കൈ മിച്ചം വെച്ച പൈസ കൊണ്ട് നമ്മളിങ്ങനെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നതിന് പകരം നമ്മുടെ കൈകളിലേക്ക് ആവശ്യത്തിലധികവും പണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലായി പണത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കും. അതെങ്ങനെയാണ് ഈ ഒഴുക്ക് വർദ്ധിക്കുന്നത്? നമുക്ക് അവസരങ്ങൾ ഒരുങ്ങും. നമുക്കറിയാം, അഫർമേഷൻസ് നമ്മൾ പറയുന്ന സമയത്ത് നമുക്കതിനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നുണ്ട്. ഡെയിലി അഫർമേഷൻ പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആർക്കും പറയാൻ പറ്റില്ല അഫർമേഷൻ പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന്. ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ലെവലിലേക്ക് ഇത് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയും. അഫർമേഷൻ്റെ പ്രത്യേകത അതാണ്. അതായത് ഏത് മേഖലയാണെങ്കിലും, ആരോഗ്യമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും മണിയാണെങ്കിലും എല്ലാം അഫർമേഷൻ്റെ പവർ അമേസിങ് തന്നെയാണ്. അപ്പോൾ 7 ടിപ്സുകളാണ് ഞാൻ ഇന്ന് സമ്പത്തിനെ കുറിച്ച് മാത്രമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ, ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ആദ്യം നമുക്കുണ്ടായിരിക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്. പണം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കയ്യിൽ ഉണ്ടാവും. കാരണം നിങ്ങൾക്കൊരു ഫോൺ വാങ്ങണമെങ്കിലും പണം കൊടുത്താൽ വാങ്ങിക്കുന്നത്. എന്ത് കാര്യം, നിങ്ങൾ എന്തൊരു സംഭവം വാങ്ങിക്കുന്നുണ്ടെങ്കിലും പൈസ കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആ കൊടുക്കാനുള്ള പണം നിങ്ങളെ കയ്യിലുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഒരുപാട് ധനം നിങ്ങളെ കയ്യിലില്ലെങ്കിലും, നിങ്ങൾക്ക് ആണെങ്കിലും കൂടെ നിങ്ങളിപ്പോൾ നിങ്ങളെ കയ്യിൽ ഒരു 100 രൂപയെങ്കിലും നിങ്ങളുടെ പേഴ്സിലുണ്ടാവും. പോട്ടെ, ഒരു 10 രൂപയെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. ആ പൈസയ്ക്ക് എപ്പോഴും നന്ദിയുള്ളവരാകുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫിൻ്റെ എല്ലാ ഭാഗത്തിലും നമുക്ക് വേണം. പക്ഷേ പ്രത്യേകിച്ച് സമ്പന്നത ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പണം ഒരു എനർജിയാണ്. ഈ എനർജി നമ്മൾ ആകർഷിച്ചെടുക്കുകയാണ് വേണ്ടത്. മാനത്തുനിന്ന് ഒരു ദിവസം ഒരുപാട് പണം പൊട്ടി വരികയല്ല ചെയ്യുന്നത്. അപ്പോൾ ആ എനർജിയെ സ്വീകരിക്കുമ്പോൾ തയ്യാറാക്കിയിരിക്കണം. അതുവേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഒരു പൈസ കയ്യിലെടുത്തുകൊണ്ട് അതിനെപ്പോഴും ബ്ലെസ് ചെയ്യുക. അതായത് 100 രൂപ നിങ്ങളുടെ കയ്യിൽ, പോട്ടെ 10 രൂപയാണെങ്കിൽ ഈ പൈസയെങ്കിലും ഉണ്ടല്ലോ. കാരണം ഇതുപോലും ഇല്ലാത്തവർ എത്രയോ ആൾക്കാരുണ്ട് അല്ലേ? കൈ നീട്ടുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ റോഡിൽ കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ യാചകർ വന്ന് ഒരു രൂപ തരുമോ, 2 രൂപ, എത്രയോ പേര് 10 രൂപ പോലും എടുക്കാനില്ലാത്ത ആൾക്കാരുണ്ടാവും. 100 രൂപ പോലും എടുക്കാനില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അതെങ്കിലും ഉണ്ടല്ലോ, അതിനെന്ത് ചെയ്യണം? നന്ദി പറയുക. താങ്ക് യു, പൈസയെങ്കിലും ഉണ്ടല്ലോ. ആ പണം നെഞ്ഞോട് ചേർത്ത് വെച്ച് വേണം താങ്ക് യു പറയാൻ. അതൊരു ടെക്നിക്ക്. ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫിൻ്റെ എല്ലാ മേഖലയിലും നമ്മൾ ഉപയോഗിക്കണം. ശരീരത്തിനും മനസ്സിനും പ്രപഞ്ചത്തിനും നമുക്ക് ഇന്നായിരിക്കുന്ന വീടിനും എല്ലാത്തിനും. സോ അത് വേറൊരു കേസാണെങ്കിലും പണത്തിൻ്റെ കാര്യത്തിൽ ഇത് ഉപയോഗിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പരാതി പറച്ചിൽ നിർത്തുക. എപ്പോഴും പരാതി പറച്ചിലാണ്. എനിക്ക് ഇത്രയേ ഉള്ളൂ, ഇതിൽ കൂടുതൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഞാൻ എത്ര നോക്കിയാലും 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇത്രയും ശമ്പളം കിട്ടുന്നുള്ളൂ, മക്കളെ പഠിത്തം തികയുന്നില്ല. എപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വേണ്ടതിനും വേണ്ടാത്തതിനും നമ്മളിങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞു നിൽക്കുന്ന ഒരു പരാതിയുണ്ട്. ഇത് സമ്പത്ത് വരുന്നത് തടയും. നമുക്ക് എപ്പോഴും അത് പറയാനേ നേരമുള്ളൂ. പരാതി പറയുന്ന ഒരു സാധനം നിങ്ങളിലേക്ക് വരുമോ? ഇല്ല. നമ്മൾ കൊടുക്കുന്നതാണ് നമ്മളിലേക്ക് തിരിച്ചു വരിക. അതൊരു റിയാലിറ്റിയാണ്, അതൊരു സത്യമാണ്. അപ്പോൾ ഒരിക്കലും പരാതി പറയുന്നത് നിർത്തുക. റിയാലിറ്റി അതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരായിരിക്കാം. പക്ഷേ പരാതി നിർത്തുക. മൂന്നാമത്തത്, പൈസക്കാരെ കാണുമ്പോൾ, പണമുള്ളവരെ കാണുമ്പോൾ മനസ്സിലൊരു കുശുമ്പ്, ഒരു അസൂയൊക്കെ വരും. സ്വാഭാവികം, ആരും കുറ്റം പറയുന്നില്ല. കാരണം നമ്മളുടെ കയ്യിലില്ല. അപ്പോൾ വേറൊരാൾക്ക് കാണുമ്പോൾ ഇവനൊക്കെ എങ്ങനെ, കാരണം അത്രയും ഞാൻ പാടുപെടുന്നു, എന്നിട്ട് എനിക്കൊന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ഇവനൊക്കെ എങ്ങനെ പറ്റുന്നു, എനിക്കൊരു ഭാഗ്യം, ഇങ്ങനെ പറയാറുണ്ടോ? എങ്കിലേ അത് നിർത്തണം. അവർക്കുണ്ടാട്ടെ. പണക്കാരനെ കാണുമ്പോൾ അവർ പറ്റിച്ചിട്ടാണ്, അവരൊരുപാട് ആളുകളുടെ ശാപമേറ്റിട്ടാണ്, അല്ലെങ്കിൽ അവൻ അങ്ങനെ എങ്ങനെ നടന്നതാ, അവനിപ്പോൾ കാറായാലും ബംഗ്ലായാലും നമ്മളിന്നും വേണ്ട, അതൊരു അസൂയ മനോഭാവമാണ്. ഒരിക്കലും നിങ്ങളങ്ങനെ പറയാതിരിക്കുക. ഇനി അഥവാ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനി പറയാണ്ടിരിക്കുക. ഈ വീഡിയോ നിങ്ങളതിനെ കണ്ടത് മുതൽ നിങ്ങൾ ഈ സ്വഭാവം നിർത്തുക. അവർക്കുണ്ടാവട്ടെ. നിങ്ങളെ ചിലപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവും, സഹായം തേടിയിട്ടുണ്ടാവും. ഇപ്പോൾ അവർ പണക്കാരായി, നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ പറയും
അവനൊക്കെ എത്രയാ കാറായി ബംഗ്ലാവായി, ഇപ്പം ഇനിയൊന്നും മൈൻഡേ ഇല്ല. നമ്മളൊക്കെ എന്ത് ഇങ്ങനെയുള്ള ചിന്താഗതി അസൂയ മനോഭാവത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിന്ത പാടെ ഒഴിവാക്കുക. പകരം ആ വ്യക്തികളെ ബ്ലെസ് ചെയ്യുക. നിറയെ ഉണ്ടാവട്ടെ, മനസ്സറിഞ്ഞ് നിങ്ങൾ ബ്ലെസ് ചെയ്യണം. ഹൃദയത്തിൽ തൊട്ട് ബ്ലെസ് ചെയ്യുന്നതാണ് ബ്ലെസ്സിങ്. അല്ലാതെ നിനക്ക് ഉണ്ടാട്ടെ, നീ നന്നാട്ടെ, അങ്ങനെയില്ല കേട്ടോ. എപ്പോഴും അവരെ കാണുമ്പോൾ ഒക്കെ ഏത് പണക്കാരനെ കാണുന്നില്ല, എത്ര കോടീശ്വരന്മാരാണ്, അവർക്ക് ഒരുപാടുണ്ടാവട്ടെ, ഒരുപാട് ഉണ്ടാവട്ടെ. കാരണം പണക്കാരുണ്ടെങ്കിലാണ് ദരിദ്രന്മാരെ സഹായിക്കുക. ദാരിദ്ര്യമുള്ളിടത്ത് എന്തെങ്കിലും നടക്കുമോ? ഒന്നും നടക്കില്ല. പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്നത് ആരാണ്? പണക്കാർ തന്നെയാണ്. ഇപ്പം ഫ്ലൂഡ് വന്നു കഴിഞ്ഞാൽ എന്താണ്, വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? പാവപ്പെട്ടവരെ സഹായിക്കുന്ന മൊത്തം പണക്കാരാണ്. അവർ എന്ത് ചെയ്യും? ഒരുപാട് പണം കൊടുക്കും, ഗവൺമെൻറ്റിന് കൊടുക്കും, അവരുടെ കയ്യിലുള്ളതുകൊണ്ട് അവർ കൊടുക്കുന്നു അല്ലേ. അപ്പോൾ അവർക്ക് ഉണ്ടാകട്ടെ, അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്നില്ലേ? ഒരുപാട് പണമുള്ള ഒരുപാട് ചാരിറ്റി ചെയ്യാം. നമുക്ക് പണം നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ചാരിറ്റി ചെയ്യാം. പണം ദൈവം നമ്മളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചൊരു കരുതൽ വസ്തുവാണ്, അല്ലാതെ നമ്മളെ സ്വന്തമൊന്നുമല്ല. ഒരുപാട് പണം നമ്മളെ കയ്യിൽ ആവശ്യത്തിലധികം ഉണ്ടെങ്കിൽ നമുക്ക് ചാരിറ്റിക്ക് കൊടുക്കാം. പണക്കാരനെ അത് സാധിക്കുള്ളൂ. 4ാമത്തെ ടിപ്പ് അതാണ്. അങ്ങനെയുള്ള നിങ്ങളെ അറിവിലുള്ള വ്യക്തികൾ, നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ബന്ധുക്കൾ, ഇവർക്കൊക്കെ പൈസ വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും അവരെ എന്താ പറയുക, ഇതുപോലെ അസൂയ അനുഭവത്തോടെ പറയുകയോ കാണുകയോ ചെയ്യാതിരിക്കുക. പകരം അവർ ബ്ലെസ് ചെയ്യുക. ധാരാളം പണം ഉണ്ടാകട്ടെ. ഈ ബ്ലെസ്സിങ് അവരിലേക്കല്ല കേട്ടോ പോകുന്നത്, നിങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് ബ്ലെസ് ചെയ്യണമെന്ന് എപ്പോഴും പറയുന്നത്. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പം ഈ മാസം 1000 രൂപ എക്സ്ട്രാ കിട്ടി ജോലി എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ ആ 1000 രൂപയിൽ നിന്ന് 500 രൂപ നിങ്ങൾ മാറ്റി വയ്ക്കുക. ഞാനൊരു ചെറിയൊരു സംഖ്യ പറയാനുള്ളത്. ഇപ്പം 5000 കിട്ടിയാൽ അതിൻ്റെ ഒരു 2000, എത്ര ശതമാനമൊന്നും ഞാൻ പറയുന്നില്ല, ഒരു 1500 അങ്ങനെ എന്തെങ്കിലും മിച്ചമായ പൈസ എടുത്ത് മാറ്റി വയ്ക്കുക. 10,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ കിട്ടുന്ന പൈസയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അതിൽ നിന്നൊരു 3000 രൂപ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഈ പണം നിങ്ങളൊരു നീണ്ട് നിവർത്തി വെക്കണം. ഓക്കെ, നീണ്ട് നിവർത്തി വെക്കുക എന്ന് പറഞ്ഞാൽ നേരെ കട്ടിക്ക് ചുരുക്കി മടക്കി വെക്കരുത്. ഒരു പേഴ്സിലാക്കി നിങ്ങളെ അലമാരയിൽ സൂക്ഷിച്ച് വെക്കണം. എന്നിട്ട് ഈ പൈസനെ ബ്ലെസ് ചെയ്യണം. ഇന്ന് എടുത്തെടുത്ത് ഈ പൈസനെ ബ്ലെസ് ചെയ്തിട്ട് പറയണം, ഇതിലേക്ക് ഒരുപാട്, അതായത് ഈ വാലറ്റ് നിറയും പണം വന്നുകൊണ്ടേയിരിക്കുന്നു പല പല വഴികളിലൂടെ. അപ്പോൾ നമുക്ക് വൈബ്രേഷൻ കൂടും. വൈബ്രേഷൻ കൂടുക എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഗൂസ് ബോസ് ഒക്കെ ഒന്ന് പൊന്തി നമ്മൾ ഹൈലി എനർജറ്റിക് ആകും. അപ്പം നിങ്ങളൊന്ന് സങ്കല്പിക്കൂ, ഒരുപാട് പണം നിങ്ങളെ വാലറ്റിൽ വന്ന് നിറയുന്നത് എത്ര മനോഹരമാണല്ലേ. വാവ്, ആ ചിന്ത വരുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. കാരണം നമ്മൾ കയ്യിൽ ആവശ്യത്തിന് പണം ഇരിക്കുക, നമുക്ക് എന്തും വാങ്ങിക്കുക, എവിടെയും പോവാം, മറ്റുള്ളവർക്ക് കൊടുക്കുക, നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ സ്വന്തമാക്കുക എന്നൊരു ചിന്ത വന്നാൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമേ തോന്നില്ല അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1000 രൂപയെ കിട്ടിയെങ്കിൽ 250 രൂപ മാറ്റി വെക്കുക. എന്നിട്ട് ആ പൈസ നിങ്ങൾ എടുത്ത് വെക്കുന്നത് എന്തിനായിരിക്കണം എന്ന് പറഞ്ഞിട്ടെ, വേറൊരു ക്രൈസിസ് വരുമ്പോൾ, എനിക്കൊരു അപകടം പറ്റി അല്ലെങ്കിൽ എനിക്ക് അവിടെ കൊടുക്കാനുണ്ട്, അന്നേരം എടുത്ത് ഉപയോഗിക്കണം എന്നുള്ള മനോഭാവത്തിൽ ഒരിക്കലും വെക്കാതിരിക്കുക. ഈ പണം ഇരട്ടിക്കാനുള്ള പണം, ഇതിൽ നിന്ന് ഒരുപാട് പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. 2 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ വന്ന് ഇങ്ങനെ നിറയും എൻ്റെ വാലറ്റിൽ. അതിൽ വെക്കാൻ സ്ഥലമില്ലാതെ അടുത്ത വാലറ്റ് നിറയും. എന്നിട്ട് ആ ഒരു മനോഭാവത്തോടു കൂടെ വെക്കുക. എന്നും ആ പൈസ എടുത്തിട്ട് ബ്ലെസ് ചെയ്യുക, ഞാൻ അവിടെ വയ്ക്കുക. അത് ഒരു അസുഖത്തിന് വേണ്ടി എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് പൈസ വരുമ്പോൾ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചാൽ അത് അതിനെ തികയത്തുള്ളൂ. നമ്മൾ ചിന്ത പോലെ ഇരിക്കുകയല്ല, അതവിടെ മാറ്റിയൊക്കെ എടുക്കുകയേ ചെയ്യരുത്. ഓക്കെ, അതൊരു ടെക്നിക്ക്. പിന്നെ വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, യൂട്യൂബിൽ പലരും കാണുന്ന പല വീഡിയോസൊക്കെ ഉണ്ട്. അതിൽ മണി എന്നടിച്ചു കൊടുത്താൽ, മണി വീഡിയോ എന്നടിച്ചു കൊടുത്താൽ പണം ഇങ്ങനെ ഒഴുകി വരുന്നൊരു വീഡിയോ കാണാം. അതിലൊരു സംഗീതം ഉണ്ടാവും, മ്യൂസിക് ഇങ്ങനെ കൊടുത്തിട്ട് പണം ഇങ്ങനെ 1000 രൂപയുടെയും 2000 രൂപയുടെയും നോട്ട് ഇങ്ങനെ നിലത്തേക്ക് പതിയുന്നതായ വീഡിയോ നിങ്ങളൊരു പറ്റുമെങ്കിൽ 1.5 മണിക്കൂർ ഇരുന്ന് കാണാം, ഇല്ലെങ്കിൽ 15 മിനിറ്റ് അതിലേക്ക് ശ്രദ്ധിക്കുക, അതിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഐ ലവ്സ് മണി, മണി ലവ്സ് മീ, പണം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ആ പണം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളിലേക്കാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അട്രാക്റ്റ് ചെയ്യുക. ഇത് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യുക. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു പവർഫുൾ ടെക്നിക്കാണിത്. നമുക്ക് എങ്ങനെ ലോട്ടറി രൂപത്തിൽ നിങ്ങൾക്ക് പൈസ ആയി കിട്ടും. ഓക്കെ, അതിലൊരു സംശയമില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുക. പിന്നെ ദാരിദ്ര്യം, എനിക്ക് ദാരിദ്ര്യം, അല്ലെങ്കിൽ പണം കഴിക്കുന്ന മരമല്ലേ എൻ്റെ കയ്യിലുള്ളത്, പിന്നെ എൻ്റെ അച്ഛൻ കുബേരനല്ലേ, ഇങ്ങനെയുള്ള വാക്കുകൾ, എൻ്റെ അമ്മ അവിടെയല്ലേ ജോലി, അല്ലെങ്കിൽ എൻ്റെ അങ്ങനെയുള്ള സംസാരങ്ങളില്ലേ, അതെല്ലാം നമ്മൾ ഒഴിവാക്കുക. ഐ ആം റിച്ച്, നമ്മൾ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും പറയേണ്ട അഫർമേഷനാണ്. ഞാൻ ഐ ആം റിച്ച് എന്ന് പറയുമ്പോൾ ബോധമനസ്സ് ചിലപ്പോൾ അതങ്ങ് ഏറ്റെടുക്കില്ല. ഞാൻ ഓരോ ദിനവും സമ്പന്നയായിക്കൊണ്ടിരിക്കുന്നു, ഞാൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സമ്പത്ത് എൻ്റെ അവകാശമാണ്. ഓരോ ദിവസവും സമ്പന്നതയെ ഞാൻ ആകർഷിക്കുന്നൊരു കാന്തമാണ്. യെസ്,
അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ കൂടും, നിങ്ങളുടെ എനർജി വർദ്ധിക്കും. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. എല്ലാ ദിവസവും ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുക. പിന്നെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഹോപ്പോണോപ്പന ടെക്നിക്കിനെ പറ്റി അറിയാമോ? ഹോപ്പോണോപ്പന ഫോർ മണി, ഹെൽത്ത്, റിലേഷൻ എല്ലാം ഉപയോഗിക്കുന്നൊരു ടെക്നിക്കാണ് ഹോപ്പോണോപ്പന. ഓക്കെ, ഇത് എൻ്റെ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട്, ഹോപ്പോണോപ്പന ഫോർ മണി എന്നുള്ളത്. ഇതിൽ പറയുന്നുണ്ട്, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു. ഈ ഒരു മാന്ത്രിക വേർഡ് ഉപയോഗിക്കുക. പൈസ നെഞ്ഞത്ത് വെച്ച് കൊണ്ടുവന്ന് ഐ എം സോറി മൈ ഡിയർ മണി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു. ഇങ്ങനെ പണത്തിനെ കുറിച്ച് പറയുക, ഡെയിലി പറയുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പൈസ ഇങ്ങനെ എറിഞ്ഞിട്ട സമയങ്ങളൊക്കെ ഉണ്ടാവും, വെറുതെ ആവശ്യമില്ലാതെ പൈസ വെച്ച സമയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിലൊരു സോറി പറയുന്ന രീതിയിൽ, ഓക്കെ, അത് ഇരട്ടി, പിന്നെ അതുപോലെ അത് ഇരട്ടി നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ പണം ചിലവാക്കുമ്പോൾ സന്തോഷത്തോടു കൂടി കൊടുക്കുക. ഒരു ഗ്യാസിൻ്റെ പൈസ കൊടുക്കുകയാണെങ്കിൽ സന്തോഷത്തോடு കൊടുക്കുക, കറണ്ട് ബില്ല് അടക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ. അതിന് ബ്ലസ് ഒന്ന് ചെയ്യുക. അതിനൊന്ന് നീ പോയിട്ട് ഇരട്ടി എന്നിലേക്ക് തന്നെ മടങ്ങി വാ. ആർക്ക് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ ബ്ലസ് ചെയ്യണം. ഒരിക്കൽ ഞാൻ ഇപ്പിട്ട് പോവുകയാണെങ്കിലും ഒരു കയറിയ ഓട്ടോക്കാരന് കൊടുക്കുകയാണെങ്കിലും ബ്ലസ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. അയാൾ കാണില്ല, ഞാനൊന്നിങ്ങനെ പിടിക്കും, എന്നിട്ട് നീ പോയി അതൊക്കെ പറയും, നീ ഒന്ന് പോയി മടങ്ങി വാ. കാരണം അന്ന് എൻ്റെ കയ്യിൽ ആകെ 100 രൂപയായിരുന്നു ഉള്ളത്. കുറച്ച് ടൗണിലൊന്ന് പോയി വന്നതായിരുന്നു. അപ്പം ഇത് കൊടുക്കണം. അപ്പം ഓട്ടോ കാശ് 100 അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ ക്യാഷില്ല. അപ്പം ഞാൻ ഈ ബസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. വീട്ടിൽ ചെന്ന് വെറുതെ ഒന്ന് തൂക്കിയിട്ടിരിക്കുന്ന വേറൊരു പേഴ്സ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി, പെന്നെന്തോ സെർച്ച് ചെയ്യാൻ വേണ്ടി തുറന്നു നോക്കിയപ്പോൾ അതിനുണ്ട് 200 രൂപ. ഞാൻ ആകെ സത്യം പറഞ്ഞാൽ അമേസിങ്ങാണ്. അത് അന്തം വിട്ടുപോയി. സത്യം പറഞ്ഞാൽ എനിക്ക് അത് വാക്കുകളില്ല പറയാം. 100 രൂപ കൊടുത്തപ്പോൾ 200 രൂപ ആരോ കൊണ്ടുവച്ച പോലെ. സത്യം പറഞ്ഞാൽ അത് എപ്പോഴോ ഞാനൊന്ന് അവിടെ വരട്ടിൽ സൂക്ഷിച്ച് വെച്ചതാണ്. എന്തിനോ ആവശ്യത്തിന്. ഇങ്ങനെയാണ് പണം നമ്മളിലേക്ക് വരിക. ചിലപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വെച്ച പൈസ ആയിരിക്കും ചിലപ്പോൾ നമ്മളെ കയ്യിലേക്ക് വരിക. എപ്പോഴെങ്കിലും ഇപ്പോൾ എല്ലാവരും നല്ല ചിട്ടിയോ എന്തെങ്കിലും പിടിക്കാൻ ചിലപ്പോൾ നമുക്കായിരിക്കും നറുക്ക് വീഴുക. അങ്ങനെ പണം വരും. ഇപ്പോൾ ചിലപ്പോൾ ലോട്ടറിയിലൂടെ നമുക്കൊരു 5000 രൂപ കിട്ടിയാൽ അങ്ങനെ പോയില്ലേ, നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമായി, എക്സ്ട്രാ പണി കിട്ടുന്നതല്ലേ. അതുപോലെ ഇതുപോലെ ലോട്ടറിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു 100 രൂപ കിട്ടുകയാണെങ്കിലും അതിനെപ്പോഴും താങ്ക് യു പറഞ്ഞിട്ട് വേണം നമ്മൾ സ്വീകരിക്കാൻ. 100 കിട്ടിയല്ലോ, ഓ അടുത്ത ലോട്ടറി എടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലെ എപ്പോഴും പോകുമ്പോൾ അത് ശീലമാക്കാതെ നമ്മൾ ചെയ്യാം. ഇതൊക്കെ പണം നമ്മുടെ കയ്യിലേക്ക് വരാനുള്ള സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ടെക്നിക്കുകളാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുക. നമ്മളെപ്പോഴും പണത്തിന് നന്ദി പറയാം. മണി അഫർമേഷൻ കേൾക്കുക രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്. ഇപ്പോൾ ബോധ മനസ്സ് ഏറ്റവും ഉണർന്നിരിക്കുന്ന സമയം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ്. ആ ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോകുന്ന വഴുതി വീഴുന്ന ടൈമുണ്ട്. അപ്പോഴേക്ക് പറയേണ്ട കുറേ മണി അഫർമേഷൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ വീഡിയോ കേൾക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരും വീഡിയോ കേൾക്കണമെങ്കിൽ അത് കേൾക്കുക. അത് നിങ്ങളിഷ്ടം. മണി അഫർമേഷൻ്റെ വീഡിയോ ഡെയിലി കേട്ടുകൊണ്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കൈകളിൽ പണം വരാനുള്ള സാധ്യത ഏറുന്നത്. നമ്മൾ തള്ളി പറയുന്ന സാധനം ഒരിക്കലും നമ്മുടെ കൈകളിലേക്ക് വരികയില്ല. കുറ്റം പറയാതിരിക്കുക, പരാതി പറയാതിരിക്കുക, അതൊന്നും നമ്മുടെ കയ്യിലേക്ക് വരികയില്ല. അസൂയ മനോഭാവം ഉണ്ടെങ്കിൽ ഒരിക്കലും വരികയില്ല. അത് പാടേ മനസ്സിൽ നിന്ന് കളയുക. മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നത് നമ്മൾ ബ്ലെസ് ചെയ്യുക, മറ്റുള്ളവരൊക്കെ ബ്ലെസ് ചെയ്യുക. നിങ്ങളാരെങ്കിലും വീട്ടിൽ കൂടലൊക്കെ ക്ഷണിക്കുക. ഇവിടെയൊക്കെ പറയുന്നത് വീട്ടിൽ കൂടൽ, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയാറില്ല. പുതിയ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കില്ലേ, പാല് കാച്ചനൊക്കെ വിളിക്കും. ആ സമയത്ത് ആ വീടൊക്കെ കാണുമ്പോൾ അമ്മൻ്റെ ഒരു ഭാഗ്യം, എത്രയാ പണം, ഇതൊക്കെ എവിടുന്ന് കിട്ടി. ആ മനോഭാവം മാറ്റി അവരെ ബ്ലെസ് ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. മനഃപൂർവ്വം ഹൃദയത്തിൽ നിന്ന് വരണം ആ ഒരു ചിന്ത. മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുക. അവർക്ക് ഉണ്ടാവട്ടെ. അത് നമ്മളേതായി കണ്ടുകൊണ്ട് നിങ്ങൾ ബ്ലെസ് ചെയ്യുക. അങ്ങനെ അതുപോലൊരു വീടുണ്ടാക്കാനുള്ള സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഒരുങ്ങും. നിങ്ങൾ ബ്ലെസ് ചെയ്യുന്ന സാധനം നിങ്ങളിലേക്ക് മടങ്ങി വരും. നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളിലേക്ക് മടങ്ങി വരും. ഇതാണ് ഇതിൻ്റെ തത്വം. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ചെയ്യുക. ലൈഫിൽ ധാരാളം സമ്പത്ത് ഉണ്ടാവട്ടെ. ഓക്കെ, എപ്പോഴും നമുക്ക് ഒരുപാട് പണം ഉണ്ടായാൽ എന്താണ്, മറ്റുള്ളവർക്കും ദാനം ചെയ്യുക. കൊടുക്കും തോറും ഉണ്ടാവും. അപ്പം ദാനം ചെയ്യുക. പണം നമ്മുടെ കയ്യിൽ ഒതുക്കി വെക്കാനുള്ള ഒന്നല്ല. ഇനിയിപ്പോൾ ഒരുപാട് പണം വന്നാലേ ഞാൻ ദാനം ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ 10,000 സാലറി കിട്ടി. അപ്പോൾ നിങ്ങൾ വെറുതെ ലോട്ടറിയൊക്കെ എടുത്ത് വിചാരിക്കുക. അങ്ങനെ ഒരു 5,000 രൂപ കിട്ടി. 1000 രൂപയ്ക്ക് ഭക്ഷണം ആർക്കെങ്കിലും വാങ്ങിക്കൊടുക്കുക, പാവപ്പെട്ടവന്. ഇനിയിപ്പോൾ എക്സ്ട്രാ മണി നിങ്ങൾക്ക് കിട്ടി. അതൊരു ചെറിയ തുകയായിരിക്കാം. എന്നാലും ആ പൈസ ആരെയും വിശക്കുന്നവന് എന്തെങ്കിലും ഒരു അന്നം നിങ്ങൾ കൺമുന്നിൽ പെടുകയാണെങ്കിൽ അന്നം വാങ്ങിക്കൊടുക്കുക. ചിലർ കണ്ണ് നമ്മൾ കാണാറുണ്ടല്ലേ, ഭക്ഷണം ഇങ്ങനെ കയ്യിൽ നിന്ന് കിട്ടും, അപ്പം ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. പൈസ കൊടുക്കണ്ട, നമ്മൾ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക.
ഓക്കെ, അപ്പോൾ ഇരട്ടി നിങ്ങളിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ജീവിതം അടിപൊളിയാക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വരുന്നതാണ്. അതിനു മുന്നേ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കോഴ്സ് ആഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മൈൻഡ് മാസ്റ്ററി കോഴ്സ്. ഈ കോഴ്സ് നിങ്ങൾക്ക് ഒരിക്കലും വെറുതെ ആവില്ല. അത്രയ്ക്ക് ബെനിഫിറ്റാണ്. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ റീപ്രോഗ്രാമിങ് കേട്ടിട്ടില്ലേ, അതുപോലെ ഈ ഒരു ക്ലാസ് കേൾക്കുന്നതിലൂടെ, റെക്കോർഡിംഗ് ക്ലാസ് കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ കഴിയും. ഇങ്ങനെയൊന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. നമുക്കൊരു വ്യക്തമായൊരു ഗോൾ വേണം, അതിലേക്ക് എത്താനുള്ള ടൂളുകൾ എന്ന്. അഫർമേഷനൊക്കെ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ നമുക്ക് അതിലെത്താനുള്ള കറക്റ്റ് ടൂള് മനസ്സിലാക്കി കഴിയുമ്പോൾ, അതായത് വേരൂന്നി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്കെന്താവും, അതിലേക്ക് എത്താനുള്ള ഈസി ആയിട്ട് വഴി കിട്ടും. കുടുംബ ബന്ധങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം, രോഗമില്ലാതെ എങ്ങനെ സന്തോഷപരമായി ജീവിക്കാം, സമ്പത്ത് എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്താം, സമ്പന്നത അതായത് റിച്ച് ആവാനുള്ള കാര്യങ്ങൾ, പിന്നെ പല ടൈപ്പ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ മൂഡ് ഷിഫ്റ്റിംഗ് മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യാതെ യാതൊരു മാനിഫെസ്റ്റേഷൻ നടക്കുകയില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിലും വരുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യുക. വീണ്ടും പറയുകയാണ്, ഞാൻ ക്ലാസ് ഓഗസ്റ്റിൽ സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു. ബൈ.